ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ആംഗ്ലറിൻ്റെ അടുത്തൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലക്ഷദ്വീപിൽ വന്നിട്ട് മീൻ പിടുത്തം കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിക്കിട്ടി. കാരണം നമ്മളെ ഷിപ്പ് കുറച്ച് നേരം ഒരു 4 മണിക്കൂർ ചുമ്മാ കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത ദ്വീപിലേക്ക് ഇവിടുന്ന് 3 മണിക്കൂറേ ബാക്കിയുള്ളൂ. അപ്പോൾ 3 മണിക്കൂറിനെ കൊണ്ട് ഓടിയെത്തുന്ന ദൂരം ഉള്ളത് കൊണ്ട് തന്നെ ഷിപ്പ് കുറച്ച് ഡിലേ ആയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നത് മുഴുവൻ ദ്വീപിലെ പിള്ളേരാണ്. അപ്പോൾ അവരുടെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് നിർത്തിയിടുന്ന സമയത്ത് ചൂണ്ടയിടുക എന്നുള്ളതാണ് ഷിപ്പ് പ്രധാന പരിപാടി. അപ്പോൾ അവർ ചൂണ്ടയിട്ടിട്ട് നമ്മുടെ ചൂരമീനെ പിടിക്കുന്നുണ്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്കത് നോക്കി നോക്കാം. കണ്ടില്ലേ, അവർ വളരെ ആക്റ്റീവായിട്ട് ചൂര പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഷിപ്പിൻ്റെ ചുറ്റും ഈ ലൈറ്റ് ഉള്ളത് കാരണം നമ്മുടെ ബെയ്റ്റ് ഫിഷുകളുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ചെറിയ ചെറിയ മീനുകൾ ഈ ലൈറ്റിന് ചുറ്റും ഇങ്ങനെ വരും. ആ ലൈറ്റിന് ചുറ്റും വരുന്ന സമയത്ത് വലിയ മീനുകളൊക്കെ അതിനെ പിടിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ചൂരയും അതുപോലെ തന്നെ വറ്റ ഇങ്ങനെയുള്ള മീനുകൾ നമ്മുടെ ഷിപ്പിൻ്റെ ചുറ്റും മീനുകളാണ്. ഷിപ്പിൻ്റെ ചുറ്റും മീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, അത്രത്തോളം മീനുകൾ നമ്മുടെ ഷിപ്പിന് ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ ഇവർ പിടിക്കുന്ന യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജിഗൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കാസ്റ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ എറിഞ്ഞുകൊണ്ടായിട്ട് എറിഞ്ഞിട്ടൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. നല്ല രസമുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ തന്നെയായിരിക്കും കേട്ടോ. ഇവിടെ എല്ലാവരും ദ്വീപിലുള്ള ആളുകളായതുകൊണ്ട് അവരുടെ ചോരയിൽ അരിഞ്ഞ് ചേർന്നാണല്ലോ മീൻപിടുത്തം എന്ന് പറയുന്ന സംഭവം. ഞാൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഷിപ്പിൽ നിന്ന് ഇങ്ങനെ മീൻ പിടിക്കുന്നത്. പക്ഷേ ഏതായാലും ഇപ്പോഴാണ് അതൊന്ന് കാണാൻ വേണ്ടി പറ്റിയത്. എന്തായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലും മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതൊക്കെയാണ് അവരുടെ ഹുക്കുകൾ കേട്ടോ. ഇതൊക്കെ മെറ്റൽ ജിഗൊക്കെ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ബേസിക്കായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. ഉണ്ടല്ലേ, ഇത് നമ്മുടെ ഇത് പിടിക്കാൻ വേണ്ടി, കണവ് പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം കേട്ടോ. ഈ ഹുക്കിൻ്റെ ഒക്കെ വലുപ്പം നോക്കി നിങ്ങൾ. ഒരു ഹാൻഡ് ലൈനിൽ നമ്മുടെ ജിഗ് സെറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഇത് എത്ര ഗ്രാം ഉണ്ട് ബ്രോ? ഇത് 150 ഗ്രാം കേട്ടോ. 150 ഗ്രാമിൻ്റെ ജിഗാണ്. നമ്മളവിടെ വെറും 50 ഗ്രാം 25 ഗ്രാമൊക്കെ യൂസ് ചെയ്യണേ. ഞങ്ങൾ വാഴമീൻ ത്രെഡ് ഫിൻ അധികം യൂസ് ചെയ്യുക. ഡെപ്ത് കുറവാ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾ. നിങ്ങളൊക്കെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നല്ലേ? ഈ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകളാ? ഓക്കെ. ഇത് അവർ ജിഗിങ്ങിലാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും മെറ്റൽ ജിഗ് യൂസ് ചെയ്തിട്ടാണ് മീൻ പിടിക്കുന്നത്. പിന്നെ എല്ലാം നമ്മുടെ നാട്ടിലാണ് ഹെവി ടാക്കിൾസൊക്കെ യൂസ് ചെയ്തിട്ട് മീൻ പിടിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ട്യൂണേനെയൊക്കെ ഇപ്പോൾ വലിച്ച് കയറ്റിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷിമാനോയുടെ ക്രൂസറാണെന്ന് തോന്നുന്നു ആ റോഡ്. ഇവിടെ ചേട്ടന്മാർ ജിഗിങ് ചെയ്തിട്ട് എന്ത് മീനാന്ന് അറിഞ്ഞൂടാ, പക്ഷെ ജിഗിലാണ് അടിച്ചേക്കുന്നത്.
പട്ടിയാണോ? ചൂരയാണ് കേട്ടോ, ചൂര. പൊളി. ഇവർ യൂസ് ചെയ്യുന്ന റോഡ് ഉണ്ടല്ലോ, ഇത് ഷിമാനോ ക്രൂസർ അല്ലേ റോഡ്? ഷിമാനോൻ്റെ ക്രൂസർ, അലിവിയ റീല് 6000. ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ് വലിയ ഹെവി ടാക്കിൾസ് യൂസ് ചെയ്തിട്ട് ചെമ്പല്ലിനെ പിടിക്കുന്നത്. നിങ്ങൾ ഇത്രയും വലിയ മീനിനെ ഷിമാനോ ക്രൂസർ യൂസ് ചെയ്തിട്ട് പിടിക്കുന്നത്. ഞാൻ ഫിഷിങ് വീഡിയോ ചെയ്യുന്ന ആളാണ്. ആ, എനിക്ക് തോന്നുന്നത് ഇത് റിക്കിമാരാന്ന് തോന്നുന്നു ബ്രൈഡ് കേട്ടോ. റിക്കിമാരല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ജിഗ് ഫ്ലൂറസെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ലൈറ്റപ്പ് ചെയ്യണം അവർ കേട്ടോ. അപ്പോൾ രാത്രി നല്ല തിളക്കം ഉണ്ടെങ്കിൽ നല്ല മീൻ അട്രാക്ഷൻ വേണം. അടിച്ചോ? അയ്യോ, അടുത്ത മീൻ കയറിട്ടോ. പൊന്നെ, ഇതൊരു രക്ഷയില്ലട്ടോ. നമുക്കിത് കണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ചൂണ്ടയിടുന്ന ആളുകൾക്ക് റോഡ് റീലുണ്ടെങ്കിൽ എന്നുള്ളൊരു ചിന്ത വന്നു. അയ്യോ, ട്യൂൺ തന്നെയാന്ന് തോന്നുന്നു. നോക്കി അടിയാണല്ല. ഇല്ല വിട്ടാ ഓടിക്കും. ഇനി അടുപ്പിച്ചായ ബ്രൈഡ് അടുപ്പിച്ചായ വിട്ടോട്. ഇത് ബ്ലൂ ഫിൻ ട്യൂൺ കേട്ടോ. ബ്ലൂ ഫിൻ നേരത്തെ കിട്ടിയത് യെല്ലോ ഫിൻ ആയിരുന്നു. കറക്റ്റായിട്ട് ജിഗ് ഇതേ പുറകില് ഇത് ടെയിലും അതിൻ്റെ ഉള്ളിൽ ഇത് പോയിട്ടുണ്ട്.
പൊന്നെ പൊളിയില്ലേ? ഇതൊക്കെ കയറുന്നത് ഷിമാനോ ക്രൂസറിലാട്ടോ. ആ സാധനം ഇങ്ങനെ വളഞ്ഞ് നിൽക്കും, പൊട്ടത്തില്ല. അതാണ് ആ റോഡിൻ്റെയൊക്കെ പ്രത്യേകത. ഇതേപോലെ തന്നെ പയനിയറിൻ്റെ ഫയറും. അതിൻ്റെ പരിപാടി കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് അത്യാവശ്യം നല്ല സൈസുള്ളതായിരുന്നു കേട്ടോ. രണ്ടാമത് കിട്ടിയത് കുഴപ്പമില്ല, എന്നാലും ഫസ്റ്റ് കിട്ടിയത് തന്നെയാണ് സൈസ്. ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. പൊന്നു മച്ചാമാരെ, ഇവിടെ ഈ ട്യൂണയുടെ ആക്ടിവിറ്റി ഉണ്ടല്ലോ, നിങ്ങൾക്ക് കാണിക്കാൻ ഒരു നിർവാഹമില്ല, പക്ഷെ കണ്ട് നിൽക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് എന്തോ ഈ സംഭവം! കടൽ മൊത്തത്തിൽ ഇളക്കി മറിക്കുകയാണ് ഈ ട്യൂണ. ഈ നമ്മൾ ഒരു വാഴമീനും അവിടെ വെട്ടണത് ഇവിടെ വെട്ടണത് നോക്കി നിൽക്കുമ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എവിടുന്നാ വെട്ടണമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. മഴ പോലെയാണ് മീൻ വെട്ടുന്നത്. എൻ്റെ പൊന്നെ, ഇതേ നമ്മുടെ മച്ചാന് ഇത് ഇവിടെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഓടുന്നുണ്ട് മീന്, കണ്ടില്ലേ? ഞാൻ ഇൻട്രോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് പുള്ളിക്ക്. അയ്യോ, നമുക്കിപ്പോൾ രണ്ടാമത്തെ ലാസ്റ്റ് കിട്ടിയ രണ്ടെണ്ണം ചെറുതാണ് കേട്ടോ. പക്ഷെ ഫസ്റ്റ് കിട്ടിയത് അത്യാവശ്യം നല്ല വലുതായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ഷിപ്പിൽ നിന്ന് പിടിച്ചിട്ടുള്ള ട്യൂണേന കണ്ടില്ലേ? ഏകദേശം 4 ട്യൂണേനയാണ് കിട്ടിയത്. ലാസ്റ്റ് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നേരത്താണ് മച്ചാൻ ഒരു ട്യൂണേനും 2 ട്യൂണേനും കൂടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് അത്യാവശ്യം വലിയ ട്യൂണയാണ്, പിന്നെ കിട്ടിയത് അതിനേക്കാളും ചെറുതാണ്. അങ്ങനെ ഒരു ഓർഡറിലാണ് സംഭവം കിട്ടിയേക്കുന്നത്. സംഭവം എന്തായാലും പൊളിയാണ്. അപ്പോൾ ഈ ഒരു ട്യൂണയൊക്കെ ഇവിടെ നാളെ കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും കേട്ടോ. നമുക്ക് കുക്ക് ചെയ്ത് തരും ഇതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.